ഹേ ഗായ്സ്, സോറോയുടെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മലയാളത്തിലായിടുന്നത് കാരണം കുറേ പേരുടെ കംപ്ലയിൻറ്റ്സും ഞാൻ മലയാളത്തിൽ ഇടുന്നില്ലെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ മലയാളത്തിലാക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും എൻഡ് വരെ കാണണം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്കാണ് 5 ഡെയിലി ലൈഫിൽ ചെയ്യുന്ന സ്കിൻ മിസ്റ്റേക്സ്. എത്രയും വേഗം മാറ്റാൻ പറ്റും മാറ്റുക, ഇല്ലെങ്കിൽ ഈ ചെറിയ മിസ്റ്റേക്സ് ആയിരിക്കും നമുക്ക് ഫ്യൂച്ചറിൽ തന്നെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഗായ്സ്, ഒന്നാമത്തെ മിസ്റ്റേക്ക് വെറും സിമ്പിളാണ്. ഞങ്ങൾ എപ്പോഴും ചിലപ്പം ചെയ്യാറുണ്ടായിരിക്കും. നമുക്കെപ്പം മുഖത്തൊരു പിമ്പിൾസ് അതോ കുരുവോ വല്ലതും വരുവാണെങ്കിൽ നമ്മളത് പൊട്ടിക്കാൻ നോക്കും. ചിലപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയായിരിക്കും നമ്മൾ പൊട്ടിക്കണം. പക്ഷേ ഗായ്സ്, ഈ ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഫേസിനെ കാണാൻ ഭംഗിക്കുറവാകുന്നത്. കാരണം ഈ ഞങ്ങൾ പിമ്പിൾസ് പൊട്ടിക്കാൻ നേരത്തെ ചെറിയ ചെറിയ പോർസ് ഓപ്പൺ ആയിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളാണ് ഡാർക്ക് സ്പോട്ട്സ് വരും ഫേസിൽ. പിമ്പിൾസ് കൂടാൻ സാധ്യതയുണ്ട്. കൂടി വന്നാൽ ഈ പോർസ് തുറന്ന് അടയത്തേ ഇല്ല, പിന്നെ പെർമനൻ്റ് ആകും. പിന്നെ മുഖത്തിന് പോകാൻ ഭയങ്കര പാടായിരിക്കും, കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഗായ്സ്, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സൊല്യൂഷനാണ് ഏതെങ്കിലും നല്ല കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിക്കുക. മാർക്കറ്റിൽ കുറേ ഉണ്ട് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷ്. ഞങ്ങൾ തപ്പുവാണെങ്കിൽ കിട്ടും. കെമിക്കലായിട്ടുള്ള മേടിക്കാതിരിക്കുക, ഇല്ലെങ്കിൽ ഫേസിൽ പിമ്പിൾസ് കൂടാനേ സാധ്യതയുള്ളൂ. അപ്പം ഫേസ് വാഷ് മേടിക്കുക. അഥവാ തീരെ പോകാത്ത പിമ്പിൾസ് ആണെങ്കിൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലുവാണെങ്കിൽ ഒരു ഓയിൽമെൻറ്റ് കിട്ടും. പിമ്പിൾസ് മാറാൻ വേണ്ടിയുള്ള ഒരു ഓയിൽമെൻറ്റ് തരാൻ പറഞ്ഞാൽ അവർ തരും. അത് രാത്രി ഫേസ് വാഷ് വെച്ച് മുഖം കഴുകിയതിന് ശേഷം ഞങ്ങൾ ഉപയോഗിക്കുക. രാത്രി കിടന്നുറങ്ങുക. അത് വെച്ച് പിമ്പിൾസ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗായ്സ്, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഞങ്ങൾ കുരുകൾ പൊട്ടിക്കാതിരിക്കുക, അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റുക. പൊട്ടിക്കുമ്പം ഉള്ള പ്രശ്നങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഗായ്സ്, നമുക്ക് രണ്ടാമത്തെ മിസ്റ്റേക്കിലോട്ട് പോകാം. അപ്പോൾ രണ്ടാമത്തെ മിസ്റ്റേക്കാണ്, ഇപ്പോൾ തണുപ്പ് സീസണാണ്, നമ്മൾ മിക്കവരും ഈ മിസ്റ്റേക്ക് ചെയ്യാറുണ്ടായിരിക്കും. ചൂടുവെള്ളത്തിൽ കുളിക്കും. പക്ഷെ കുളിച്ചതിന് ശേഷം മുടിയും ആ ചൂടുവെള്ളം വെച്ച് കഴുകും. ഈ മിസ്റ്റേക്ക് കൊണ്ടുള്ള 2 സിമ്പിളായിട്ടുള്ള ഞാൻ പ്രോബ്ലം പറയാം. ഒന്നാമത്തത് ഹെയർ ഫോൾ, മുടി കൊഴിച്ചൽ. രണ്ടാമത്തെ ഡാൻഡ്രഫ്, താരൻ. ഈ 2 പ്രോബ്ലം മതിയല്ലോ മുടി നശിക്കാൻ വേണ്ടി. അപ്പോൾ ഗായ്സ്, എത്ര തണുപ്പാണെങ്കിലും ഞങ്ങൾ ചൂടുവെള്ളത്തിൽ മുടി കഴുകാതിരിക്കുക. നോർമൽ വെള്ളം വെച്ചാണെങ്കിലും കഴുകിയാലും മതി, പക്ഷെ ചൂടുവെള്ളത്തിൽ കഴുകാതിരിക്കുക. ഭയങ്കര തണുപ്പാണെങ്കിൽ ഒരു ദിവസമൊക്കെ ഇടവിട്ടാണെങ്കിൽ നമുക്ക് മുടി കഴുകിയാൽ മതി. ഡെയിലി കഴുകണമെന്നില്ല. ഡെയിലി കഴുകിയാലും കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം നോർമൽ വെള്ളത്തിൽ മുടി കഴുകുക. അപ്പോൾ ഗായ്സ്, നമുക്ക് മൂന്നാമത്തെ മിസ്റ്റേക്കിലോട്ട് കടക്കാം. മൂന്നാമത്തെ മിസ്റ്റേക്ക് മുടിക്കുള്ളയാണ്. നമ്മളിൽ കുറേ പേർ കുളിക്കാറുണ്ട്. കുളിച്ച് കഴിഞ്ഞ് നോർമലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് മുടി വന്ന് ഈരും. നനഞ്ഞ മുടി വന്ന് ഈരും. ഇരിയാലുള്ള കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് കണ്ടെത്തുള്ളത് ഹെയർ ഫോൾ, മുടി കൊഴിച്ചൽ. അപ്പം നമ്മൾ മുടി നനവാക്കി ഇരാതിരിക്കുക. ഉണങ്ങിയതിന് ശേഷം ഈരിയാൽ മതി, ഇല്ലെങ്കിൽ നല്ല പതുക്കെ ഇട്ട് തോർത്ത് വെച്ച് ഉണക്കുക. അല്ലാതെ റബ്ബ് ചെയ്യരുത്, പതുക്കെ ഇട്ട് ഉണക്കുക. ബെസ്റ്റ് അതാണ്. അപ്പം നമുക്ക് നാലാമത്തെ മിസ്റ്റേക്കിലോട്ട് കടക്കാം. അപ്പം നാലാമത്തെ മിസ്റ്റേക്കാണ്, നമ്മളിൽ ഏവരും TV കാണാറുണ്ടായിരിക്കും. TV പരസ്യത്തിൽ കാണിക്കുന്ന ഫേസ് വാഷ് ഇല്ലെങ്കിൽ ഷാമ്പു ഞങ്ങൾ കടയിൽ പോയി മേടിക്കും. കാരണം പരസ്യത്തിൽ കാണിക്കല്ലേ, നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി മേടിക്കും. പക്ഷെ അതിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് എന്തൊക്കെയാണ്, അത് നമുക്ക് എന്തൊക്കെ ദോഷം ഉണ്ടാക്കും ഒന്ന് നമുക്കൊരു ഐഡിയയും ഇല്ല. നമ്മുടെ മുഖവും നമ്മുടെ മുടിയും സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ എപ്പോൾ ഇനി ഷാമ്പു മേടിക്കുകയാണെങ്കിലും ഈ കെമിക്കൽ ഉണ്ടോ എന്ന് നോക്കുക. അതേക്കൂട്ട് ഫേസ് വാഷ് മേടിക്കുകയാണെങ്കിലും ഈ കെമിക്കൽ ഉണ്ടോ എന്ന് നോക്കി മേടിക്കുക. അപ്പോൾ നമുക്ക് അവസാനത്തെ മിസ്റ്റേക്കിലോട്ട് പോകാം. അഞ്ചാമത്തെ മിസ്റ്റേക്ക്, നമ്മളിൽ ഏവരും ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഈ മിസ്റ്റേക്ക്. ഡ്രിങ്കിങ് നോട്ട് ഇനഫ് വാട്ടർ. നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് വെള്ളം. അതിനെ തന്നെ നമ്മളിൽ എത്ര പേര് ഇഗ്നോർ ചെയ്യാറുണ്ട്. ആവശ്യത്തിന് വെള്ളം കുടിക്കാറില്ല. നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം കുറഞ്ഞ ഒരു 3 ലിറ്റർ തൊട്ട് 4 ലിറ്റർ വരെ മിനിമം വെള്ളം കിട്ടിയിരിക്കണം. ഇതുകൊണ്ടുള്ള പോസിറ്റീവ്സ് കുറേ ഉണ്ട്. അപ്പം ഇന്ന് തൊട്ട് ആരൊക്കെ ഈ മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യും കമൻസിൽ പറയുക.
ടാറ്റ ബൈ സ്റ്റേ പീസ്.